പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റീന സാബു നിലമ്പൂർ എന്ന് പറഞ്ഞ വേറൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്ന സാക്ഷിയാണ്. അപ്പോൾ അവർ പറയണത്, ഞാൻ എൻ്റെ നിബന്ധനകളെ നിയോഗങ്ങളെ ഇങ്ങനെ എപ്പോഴും നിയോഗങ്ങൾ നിറവേറിയോ എന്നല്ല നോക്കണത്, ഞാൻ നിബന്ധനകൾ നിറവേറിയോ എന്നാണ് ഞാൻ ഈച്ചൻ്റെ ഒരു നിബന്ധനകൾ എടുത്തിട്ട് നോക്കും. നിബന്ധനകൾ നിറവേറി. അപ്പോൾ ഓരോരുത്തരുടെ സമീപനം കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കണ, ഇപ്പം നിങ്ങളും തന്നെയാണെങ്കിലും നിങ്ങൾ ചിലർ പകുതി മുക്കാൽ ആൾക്കാരും ചെയ്യണത് നിയോഗങ്ങൾ നിറവേറിയോ, ഓഫർ ലെറ്റർ വന്നോ, അല്ലെങ്കിൽ ജപ്തി നടപടി മാറാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഉണ്ടായോ, അതേ വസ്തു വിൽക്കാൻ വേണ്ടി ആൾക്കാർ വന്നോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിയോഗങ്ങളുടെ സിംറ്റംസാണ് നോക്കണത്. വീട്ടിൽ ചെന്നിട്ട് നിയോഗങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നോക്കണത്. പക്ഷേ ഈ റീന സാബു നിലമ്പൂർ അവരുടെ അപ്രോച്ച് വേറെയാണ്. അവർ പറയണത്, ഞാൻ നോക്കുന്നത് നിബന്ധനകൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എൻ്റെ നിബന്ധനകൾ ഞാൻ 1 by 1 ആയിട്ട് ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകളില്ലേ, അതെല്ലാം ഞാൻ ആക്യുറേറ്റായിട്ടാണ്, അതായത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ടാണ് അങ്ങനെ ഫോളോ ചെയ്യണത് എന്ന് നോക്കും. അപ്പോൾ അതൊരു സമീപനമാണ്. എന്താണത്? അത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ്. നിയോഗങ്ങൾ നിറവേറിയോ എന്ന് നോക്കുന്നത് എന്താണ്? നമ്മൾക്ക് ഇപ്പം മകനെ വിളിച്ച് ചോദിക്കും, എപ്പോഴും അമ്മ മകനെ വിളിച്ച് ചോദിക്കും, മകനെ അത് ചെയ്യാതെ വിസ പ്രോസസ്സിങ് കഴിഞ്ഞതിൻ്റെ വിസ പുതുക്കി കിട്ടിയ, എന്തെങ്കിലും കത്ത് വന്നാൽ, എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നീ നോക്കണേ, ഞാൻ നോക്കണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അമ്മ വിസ പുതുക്കി കിട്ടിയാന്ന് മകനോട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. അതിന് നിയോഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നിയോഗങ്ങൾക്ക്. പക്ഷേ ഇതിന് ഭയങ്കര സ്ലോ ആയിരിക്കും കാര്യം. പക്ഷേ റീന സാബ് നിലമ്പൂർ എന്താ പറയണത്? ഞാൻ നിബന്ധനകളെ ടിക്കറ്റ് നോക്കും. ഞാൻ എപ്പോഴും നിബന്ധനകൾ വെച്ചാൽ ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകളെ ഞാൻ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുമെന്ന്. അത് കുറച്ചുകൂടി സെക്യൂറായിട്ടുള്ള വഴിയാണ്. എന്താ കാര്യം? അവിടെ പ്രാധാന്യം ദൈവത്തിനാണ്. ഒരു പ്രോജക്റ്റ് പ്രൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മുൻഗണന എപ്പോഴും ദൈവത്തിനായിരിക്കണം. ഈശോയുടെ പ്രാർത്ഥന കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട എന്താണ്? പിതാവ് സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പക്ഷേ എന്താ പ്രശ്നം? ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞത്, ഈ യാചനാ പ്രാർത്ഥനയുടെ ഫെയ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് അത് പോകുന്നത്, ലാൻഡ് ചെയ്യേണ്ടത്? പല യാചനാ പ്രാർത്ഥനകളും ലാൻഡ് ചെയ്യേണ്ടത് സമർപ്പണ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് യാചനാ പ്രാർത്ഥന നിങ്ങൾ നടത്തുമ്പോൾ തന്നെ സമർപ്പണ പ്രാർത്ഥന കണ്ടന്റ് അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമായിരിക്കണം. കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ യാചനാ പ്രാർത്ഥനയുടെ അകത്ത് തന്നെ സമർപ്പണ പ്രാർത്ഥന ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി. ആ സിസ്റ്റത്തിനകത്ത് തന്നെ ഒരു ഘടനയായിട്ടാണ് വിടണത്. അല്ലാതെ യാചനാ പ്രാർത്ഥന വേറെ, സമർപ്പണ പ്രാർത്ഥന വേറെ ആയിട്ടല്ല. എല്ലാ യാചനാ പ്രാർത്ഥനകളിലും ഈ സമർപ്പണ പ്രാർത്ഥനയുടെ കണ്ടന്റ് ഉണ്ടാകണം. ഇപ്പം നിങ്ങൾ ജർമ്മൻ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ അത് എങ്കിലും അപ്പോൾ നിങ്ങൾ ഉടനെ അതിൻ്റെ അകത്ത് കണ്ടന്റ് വെക്കണം. എന്താ കാര്യം? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അതാണ് സംഭവം. ഈശോയുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയായത് കാരണം സത്യസന്ധമായ ദൈവപൈതലാണെങ്കിൽ യാചനാ പ്രാർത്ഥനകത്ത് ബിൽറ്റിൻ്റെ സിസ്റ്റമാക്കും. എന്താണ്? ആ സിസ്റ്റത്തിനകത്തുള്ള ഒരു അവിഭാജ്യ ഘടകമായിട്ട് തന്നെ എന്ത് വരും? സമർപ്പണ പ്രാർത്ഥന വരും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം എങ്കിലും അത് കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥന അതുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയും, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ പ്രാർത്ഥനയ്ക്കുണ്ട്, പിതാവിന് അതിൻ്റെ അകത്ത് വലിയ പിടിപാടില്ലെന്ന് പറയും. പിതാവിന് പിടിപാടില്ലാത്ത ഒരു സംഭവം. പിതാവിൻ്റെ ഒരു മെയിൻ പരിപാടി എന്താ? ബൈബിളിൽ എൻ്റെ ആകർഷണമാണ്, അല്ലേ? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ, അതായത്
നിങ്ങൾ മനസ്സിലായില്ലേ? ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ ഒരു വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വചനം നമ്മൾ വായിക്കും, ഞാൻ ആദ്യം എന്താ പറഞ്ഞത്, ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ എക്കോ വേർഡാണ്. ഇപ്പം എന്താ പറയണത്? എൻ്റെ 6:42 എന്താ പറയണത്? പറഞ്ഞ് യോഹന്നാൻ 6:44 അല്ലേ? എന്താ പറയണത്? എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ല. ഒരുവനും എന്ന് വെച്ചാൽ ഒന്നിനും കൂടി അർത്ഥമുണ്ട് എൻ്റെ അടുത്ത്. ഒന്നിനും പ്രാർത്ഥന പോലും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആകർഷണം വേണം. യു ഗോട്ട് ദ പോയിന്റ്. റീഡിയ 6:44 എന്താ യോഹന്നാൻ? എൻ്റെ പിതാവിനാൽ പറഞ്ഞ് ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ലതാ. ഒരുവനും എന്ന് വെച്ചാൽ അതുപോലെ തന്നെ പ്രാർത്ഥന പോലും പിതാവിൻ്റെ അടുക്ക് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? പിതാവിൻ്റെ ഒരു ആകർഷണം വേണം. ആകർഷണം വേണമെന്ന് ആ ബാഗിനിട്ട് നമ്മളെ വഴക്ക് അടുപ്പിക്കണം. അതിൻ്റെ അകത്ത് എന്താ കാര്യം? അതെന്താണ്? അത് കർത്താവ് ആ പിതാവിൻ്റെ അടുത്തേക്ക് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ കണ്ടന്റ് വൈസ് റിച്ചാണത്. എന്താണ്? കർത്താവ് കറക്റ്റ് കണ്ടന്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണ്? സാധ്യമെങ്കിൽ പിതാവ് ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. കണ്ടന്റ് ചേർത്തിട്ടുണ്ട്. പിതാവ് ആകർഷിക്കുന്ന കണ്ടന്റ് ചേർത്തിട്ടുണ്ട്. എന്താണത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ദൈവ പൈതലാണെങ്കിൽ കസ്റ്റമൈസ് എന്ന് പറയും. കസ്റ്റമൈസ് പ്രെയർ. ഇപ്പം നിങ്ങൾ പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ എന്ന് പറയത്തില്ലേ? കുർബാനയിലൊക്കെ ഉണ്ട് പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ, വിശ്വാസികളുടെ പ്രാർത്ഥന. പക്ഷെ പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ അല്ല, കസ്റ്റമൈസ് പ്രെയറാണ്. കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് കസ്റ്റമറായി. നമ്മൾ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ? കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്നവർ എന്താ പറയണത്? കസ്റ്റമർ എന്നാണ് പറയണത്, ഉപഭോക്താവ്. പല വിശ്വാസികളുടെ പ്രാർത്ഥനയും ഉപഭോക്താക്കളുടെ പ്രാർത്ഥനയാണ്. എല്ലാം പിടികിട്ടണോണ്ടാ? നമ്മുടെ പ്രാർത്ഥനയുടെ ഡിസൈൻ പരിശോധിച്ചാൽ അത് ഫെയ്ത്ത്ഫുള്ളിൻ്റെ പ്രാർത്ഥനയല്ല, വിശ്വാസിയുടെ പ്രാർത്ഥനയല്ല, ഉപഭോക്താവിൻ്റെ പ്രാർത്ഥനയാണ്. ഇതൊരു ഡേഞ്ചറസ് ട്രൂത്താണ്, ദുരന്ത സത്യം. എന്താണ്? അപകടകരമായ സത്യം. പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് എന്താ ഇപ്പോൾ പറയണത്? അത് കസ്റ്റമൈസ് പ്രെയർ ആണെന്ന്. ഉപഭോക്താവിൻ്റെ പ്രാർത്ഥന. വസ്തു വിറ്റിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനല്ലേ? ബ്യൂട്ടി പാർലർ നടത്തി കട ലാഭം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാനല്ലേ? ഇതൊന്നും വേണ്ടെന്നല്ല. ഇതൊന്നും വേണ്ടെന്നല്ലെന്ന് ഈശോ ആദ്യമേ പറയുന്നുണ്ട്. എന്ത് രസമാണെന്ന് ഈശോ. ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെ എന്താണ്? പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണമെന്നാണ് പറയണതെന്ന്. കർത്താവ് എന്താ പറയണത്? ഇതൊന്നും വേണ്ടെന്നല്ല. നിങ്ങളുടെ മക്കൾ ഇംഗ്ലീഷ് പഠിച്ച് പഠിക്കണം, നിങ്ങളുടെ മക്കൾ 1ാം ക്ലാസ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉയർന്ന ഉദ്യോഗം ഉണ്ടാകണം. ദാറ്റ്സ് ഓക്കെ. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെ എന്താണ്? ആദ്യം നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്. അതായത് ഇതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ നിങ്ങൾ ഓർക്കുകയെ ആത്മീയത തലക്കടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്നല്ല. അങ്ങനെയല്ല, ഇതൊന്നും വേണ്ടെന്നല്ല എന്നല്ല പറഞ്ഞിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. വീട്, ജോലി, വിവാഹം, വാഹനം, മാന്യമായ ജീവിതം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞത്. മത്തായി 6:32-33 നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. പിതാവ് പിച്ചാലിൽ നിന്ന് മാറുന്നില്ല. കണ്ട, നോക്കിയ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ പിതാവ് പിച്ചാലിൽ നിന്ന് മാറത്തില്ല. പിന്നെ പിതാവ് വന്നിരിക്കണേ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. പിന്നെന്താ? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ആദ്യം എന്ന് പറയുമ്പോ തന്നെ വിഷയം എന്താ പ്രശ്നം വെച്ചാല്, ഇപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ. എന്താ പറഞ്ഞ? ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനമാണ് ചേർത്തിരിക്കണത്. എന്താണ് ചേർത്തിരിക്കണത്?
എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടമെന്ന. പക്ഷേ ഈശോ ഇപ്പോൾ പഠിപ്പിച്ചിരിക്കണത് എന്താണ്? അത് അവസാനം ചേർക്കാനുള്ളതല്ല, പിതാവിൻ്റെ കണ്ടൻറ്റ് ആദ്യമേ ചേർത്ത് വിടണമെന്ന്. മനസ്സിലായില്ലേ? പിതാവിൻ്റെ കണ്ടൻറ്റ്, പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ്, എൻ്റെ പിതാവിനെ ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇപ്പം പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ് പ്രാർത്ഥനയുടെ അവസാനം ചേർക്കാനുള്ളതല്ല, പിന്നെന്ത് ചെയ്യണം? ആദ്യമേ ചേർത്ത് വിടണം. ആദ്യമേ ചേർത്ത് വിടണം. അതാണ് മത്തായി 6:33, അതാണ് ആദ്യമേ ചേർക്കണം. ആദ്യം എനിക്ക് തോന്നുന്നത് അതാണ് കുറച്ചുകൂടി വെൽത്തി എന്ന് തോന്നണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു മോളെന്നോട് അച്ഛാ ഒരു പയ്യനുമായിട്ട് കണക്റ്റഡാണ് എന്ന് പറഞ്ഞ്, പക്ഷേ എനിക്ക് അയാൾക്ക് നാട്ടിൽ ജീവിക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് യൂറോപ്പിൽ പോകണമെന്നാണ് ഞാൻ പഠിച്ചാൽ, പിന്നെ ഞാൻ പഠിച്ചൊക്കെ വെള്ളത്തിലാകും. അപ്പോൾ അച്ഛൻ എന്ത് പറയണമെന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് ചോദിക്കുന്നത് ഒരു യൂസ്ലെസ് ക്വസ്റ്റ്യനാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും അതിൻ്റെ അർത്ഥം അവളെ അത്ര റിലേഷനിലല്ല. ഞാൻ ചോദിച്ചു, നീ എന്നോട് സീരിയസ് ആയിട്ടാണ് ചോദിക്കണമെന്ന് ചോദിച്ചു. സീരിയസ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ സീരിയസ് ആണെന്ന് പറഞ്ഞു. സീരിയസ് ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സീരിയസ് ആണെങ്കിൽ പിന്നെ ഉത്തരം തീർന്നില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ നിൻ്റെ വഴിക്ക് പോകാമല്ലോ നിനക്ക്. പിന്നെ എന്താ പ്രശ്നം? പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നീ അവൻ്റെ കൂടെ കെട്ടി ഇവിടെ പുറക്കേണ്ടി വരും. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നീ തന്നെ നിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ മെസ്സേജ് എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ വിഷയത്തിന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിഷയം എടുക്കുമ്പോഴും നമ്മൾ അവിടെ ആദ്യമേ, ഞാൻ എപ്പോഴും നിങ്ങളോട് എന്തുകൊണ്ടാണ് മിനിമം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയണത്? മിനിമം പരിശുദ്ധാത്മാവ്. അപ്പം നിങ്ങൾ ഇപ്പം നോൺ ക്രിസ്ത്യൻസൊക്കെ ഇതിനകത്ത് ഒത്തിരി പേരിരിപ്പുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുക അച്ഛൻ ക്രിസ്ത്യൻസിനെ കുറിച്ച് സംസാരിക്കണം. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വിശുദ്ധിയോടുകൂടി ക്രിസ്തുവിനെ നാഥൻ രക്ഷകനോ എത്തി പറഞ്ഞുകൊണ്ട് പ്രേയറിലാണ് നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. പക്ഷെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ഓർക്കുമ്പോൾ ദൈവത്തെ ഭൗതിക ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു യന്ത്രമായിട്ട് നമ്മൾ കാണരുത്. അങ്ങനെ വരുമ്പോൾ വിഷയമുണ്ടാവും. കാര്യം ഇത് കഴിഞ്ഞെന്ത് എന്നുള്ളതാണ് ദൈവദൃശ്യത്തിന് നിങ്ങൾ പറയേണ്ട സത്യവാങ്മൂലം. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിനൊരു സത്യവാങ്മൂലം എഴുതി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇത് കഴിഞ്ഞ് എന്തെന്ന് നിങ്ങൾ എഴുതി കൊടുത്തില്ലെങ്കിലും അതൊരു കോപ്പിയായിട്ട് ദൈവത്തിൻ്റെ ദൃശ്യനിധി ഉണ്ടാകും. അവിടെയാണ് ഈ പണി നടക്കാൻ പോണത്. പ്രാർത്ഥനയുടെ വ്യക്തി ഇപ്പോഴത്തെ പ്രാർത്ഥനാകാലം കഴിഞ്ഞ് വസ്തു വിറ്റ് കഴിഞ്ഞ് മകളെ കെട്ടിച്ച് കഴിഞ്ഞ് നീ സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് വീട് വെച്ച് കഴിഞ്ഞ് നീ പിന്നെ എന്ത് ചെയ്യും? പിന്നെ എന്താണ് നീ? അതേക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. അതാണ് വിഷയം. അവിടെ വെച്ച് ബബബ ജപ എന്ന് പറയും. എന്താ കാര്യം? സത്യവാങ്മൂലത്ത് മുഴുവൻ പിശാചിൻ്റെ കാര്യമായിരിക്കും എഴുതണത്. പിന്നെ നീ കൊണ്ട് ദൈവത്തിന് നീ ഉടമ്പടിക്കാലത്തിന് ശേഷം ബാക്കിയുള്ള നിൻ്റെ ജീവിതത്തെക്കുറിച്ച് സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ സംഗതി എളുപ്പം നടക്കും. ഇപ്പം ഇവിടുത്തെ അരക്കൈ നൂലിൻ്റെ പെസകെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെല്ലാം നേടിയതിന് ശേഷം നിൻ്റെ ഒരു നിപ്പ് ദൈവത്തിന് അറിയാം. ദൈവമായിട്ടൊരു ബന്ധവുമില്ലാത്തൊരു നിപ്പായിരിക്കും. അതുകൊണ്ട് നേരത്തെ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയാണെങ്കിൽ, കർത്താവേ അങ്ങനെ അനുഗ്രഹിച്ച് ഈ കണ്ണീരിൻ്റെ കാലത്ത് എന്നെ കരകയറ്റി വിട്ട ഞാൻ പിന്നെ നിന്നെ പിരിയത്തില്ല. അതാണ് വിഷയം. എന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യത്തിലൂടെ ഞങ്ങൾ സംസാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യം അതായത് ഈ റീന നിലമ്പൂരിൻ്റെ സാക്ഷ്യം ഉണ്ടല്ലോ. റീന നിലമ്പൂരിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു മകനാണ് വിഷയം. അമ്മയും മകനും. അപ്പം മകൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഇവർക്ക് വല്ലാത്തൊരു സ്വാധീനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ നിർത്തിക്കൊണ്ടാണ് ഈ മകൻ്റെ ജീവിതം ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയും ദൈവവും തമ്മിലുള്ള നല്ല ബന്ധമുണ്ടെന്ന് മകന് ബോധ്യമാണ്. ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീന നിലമ്പൂരിൻ്റെ മകൻ്റെ സാക്ഷ്യം, അവർ അമ്മയും മകനും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവനൊരു ഒരു ബിടെക് എൻജിനീയറാണ്. ആ ബിടെക് എൻജിനീയർ ആണെങ്കിൽ അവൻ ഹോസ്റ്റലിലേക്ക് പോയി പഠിച്ച് അവൻ്റെ വയറൊക്കെ പോയായിരുന്നു. ഹോസ്റ്റലിൽ പഠിക്കാൻ പോയിട്ട് അവിടെ ഭക്ഷണം കിട്ടുന്നത് എനിക്കറിയാമല്ല. നമ്മുടെ വീട്ടിൽ അമ്മമാർ കൊടുക്കുന്ന ഭക്ഷണം ലോകത്ത് എൻ്റെ അമ്മ മരിച്ചിട്ട് പിന്നെ എൻ്റെ ഭക്ഷണം മരിച്ചുപോയി. ഇന്ന് വരെ ഞാൻ പിന്നെ കഴിക്കേണ്ട ജീവിക്കാൻ വേണ്ടിയൊക്കെയൊന്നുമില്ല. ഇത്രയും അമ്മ ചമ്മന്തി അരച്ച് തന്നാൽ പോയി ഞാൻ അമ്മയുടെ കൈവ് നക്കുമായിരുന്നു.
5ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കാലത്ത് വരെ. അതാണ് അമ്മ എന്നിട്ട് അമ്മ തന്നെ, വേറെ തന്നെ പകരമില്ല. അപ്പം ഇവർ ഹോസ്റ്റലിൽ പഠിക്കണത് തന്നെ അത് തന്നെ ഒരു ടോർച്ചറിങ്ങാണ് ശരിക്കും. പിന്നെ അവിടുത്തെ ഹോസ്റ്റലിലെ ജീവിതമൊക്കെ എന്ന് പറയുമ്പോൾ ഇവന് അൾസറായിപ്പോയി അവസാനം. അൾസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം മക്കളെ നോക്കി നിൽക്കുന്ന അമ്മമാർ ഈ കോലം കെട്ട് വരുമ്പോൾ അവർ സഹിക്കത്തില്ല, അത്രയ്ക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ്. പക്ഷെ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ പോയി പുറത്ത് പോയി പഠിക്കുകയാണ്. ഇവനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് അറ്റൻഡൻസും ഇല്ല. എന്താ പക്ഷേ എപ്പോഴും ഇങ്ങനെ പൊടിച്ചത് കെട്ടലും ചടന്നിലും പനിയൊക്കെ ആയിട്ട് എല്ലാ അറ്റൻഡൻസും പോയിരിക്കുകയാണ്. കൊളാപ്സായി, പഠനജീവിതം കൊളാപ്സായപ്പോഴും അമ്മ എന്നിട്ടും വിശ്വാസം കളയാതിരിക്കുന്ന കാരണം ഇവൻ റിലേ ചെയ്തിരിക്കുന്ന മുഴുവൻ അമ്മയുടെ വിശ്വാസത്തിലാണ്. എന്താ കാര്യം? അമ്മ പറഞ്ഞ ദൈവം എപ്പോഴായാലും ഇതിന് മറുപടി ഉണ്ടാകുമെന്ന് മക്കൾ അങ്ങനെ വിശ്വസിക്കണം ശരിക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയായിരുന്നു സാക്ഷ്യം കേട്ടപ്പോൾ. അപ്പം ദൈവമായിട്ട് അമ്മയ്ക്ക് ബന്ധമുണ്ടെന്ന് മക്കൾക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ട് മനസ്സിലാകണം. കാര്യം അവരൊക്കെ നല്ലവണ്ണം നിങ്ങളെക്കാൾ പഠിച്ച മക്കളാണ്, ചിന്തിച്ച മക്കളാണ്. നമ്മൾ വളർന്നു വന്ന കാലമല്ല ഇത്. 10 എടുത്ത് 5 നിരീശ്വരവാദികളാണ് ലോകത്തുള്ളത്. കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മുഴുവനും നിരീശ്വരവാദികളാണ്. പ്രൊഫസർമാരായിട്ട് വന്ന പകുതി 10-20% മാത്രമേ വിശ്വാസികളുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ വിശ്വാസിയാണ് അവിശ്വാസിയാണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ പിടിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളെ വളർന്നു വരേണ്ടത്. പിന്നെ ദിശാബോധം കൊടുക്കാനുള്ളത് അമ്മയും അപ്പനുമാണ്. പക്ഷെ അമ്മയുടെ റോളെന്ന് പറയുന്നത് ഈ കാലത്ത് ഭയങ്കര വലിയ റോളാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ നിങ്ങളുടെ പുരുഷന്മാരോട് ഞാൻ പറയുന്നതാണ്, നിങ്ങളുടെ മക്കളെ പോറ്റാനുള്ള സ്ത്രീയെ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ 10 വട്ടം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ജനിപ്പിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാനുള്ള നിങ്ങൾ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾക്കൊരു നല്ല പ്രാർത്ഥന ഉണ്ടാകണം. റീന നിലമ്പൂർ പറയുന്ന ഒരു സത്യമുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കർത്താവിനോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, എന്താണ്? എൻ്റെ തലമുറകൾക്കപ്പുറത്തും അവർ കർത്താവിൽ വിശ്വസിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ആൾക്കാരൊക്കെയാണ് വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത്. എന്താ പറയുന്നത്? ഞാൻ കർത്താവിനോട് ചോദിച്ച ഒരേ കാര്യമേ ഉള്ളൂ, എൻ്റെ മകൻ മാത്രമല്ല അവൻ്റെ മകനും മകൻ്റെ മകനും മകളുടെ മക്കളും മക്കളുടെ മക്കളും തലമുറകൾക്ക് അപ്പുറത്തും അവർ കർത്താവിൻ്റെ വിശ്വാസികളായിരിക്കണമെന്ന്. ശ്രുതികടലേ നല്ല പാട്ടാണ്, ഒരുമിച്ച് പാടുക, ആവർത്തിച്ച് പാടുക. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ കൈയടിച്ചോണ്ട് ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുവേ, ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുവേ. ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുവേ, ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുവേ. ആകാശമോന്റെ സിംഹാസനം, ഈ ഭൂമിയോന്റെ പാദപീഠം.
ഈ ഭൂമിയിൽ തന്നെ പാദപീഠം ആ ദൈവമത്ര ഉന്നതനാണേ യേശുവെത്ര വലിയവനാണേ ആ ദൈവമത്ര ഉന്നതനാണേ യേശുവെത്ര വലിയവനാണേ എല്ലാ നാമത്തിനും മേലെ യേശു വലിയവനാ എല്ലാ നാമത്തിനും മേലെ ആരാധ്യനാ എല്ലാ നാമത്തിനും മേലെ യേശു വലിയവനാ എല്ലാ നാമത്തിനും മേലെ ആരാധ്യനാ എല്ലാ നാമത്തിനും മേലെ ആരാധ്യനാ എല്ലാ നാമത്തിനും